സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രൻ കൊലക്കേസിൽ പ്രതികളെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനായി റിമാൻഡിലുള്ള 3 പ്രതികളെയും മെഡിക്കൽ കോളേജ് പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. മുഖ്യപ്രതി നൌഷാദിനെ കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ വെച്ച് പോലീസ് പിടികൂടിയിരുന്നു. ഹേമചന്ദ്രന്റേത് ആത്മഹത്യയാണ് എന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് നൌഷാദ്. മുഹമ്മദ് ഷംസീർ വിവരങ്ങൾ നൽകും. ഷംസീർ, നൌഷാദ് ഇപ്പോഴും പറയുന്നു ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയിട്ടില്ല, ആത്മഹത്യയാണ് എന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണോ ഇപ്പോൾ എല്ലാ പ്രതികളെയും ഒരുമിച്ചിരുത്തി ഈ മൊഴിയിലെ വൈരുദ്ധ്യം മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം അന്വേഷണ സംഘം നടത്തുന്നത്? ദിവ്യ, ഈ കേസിൽ ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയതാണ് എന്ന കണ്ടെത്തലിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ഉള്ളത്. ഇതിന് കൃത്യമായ തെളിവുകൾ പോലീസിന്റെ പക്കലുണ്ട്. ഈ സാഹചര്യത്തിലാണ് മുഖ്യപ്രതി നൌഷാദ് താൻ ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയിട്ടില്ല എന്നുള്ള വാദത്തിൽ ആവർത്തിച്ച് നിൽക്കുന്നത്. ഇത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനാണ് എന്നുള്ളത് പോലീസിന് തന്നെ വ്യക്തമാണ്. അതേസമയം തന്നെ കോടതിയിലേക്ക് കേസ് എത്തുമ്പോൾ കൃത്യമായ ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ മൊഴികൾ ഉൾപ്പെടെ വേണം എന്നുള്ളത് കൂടിയുണ്ട്. അതുകൊണ്ട് കൂടിയാണ് നൌഷാദ് ഉൾപ്പെടെയുള്ള മറ്റു 3 പ്രതികൾ കൂടിയുണ്ട്. ഈ 4 പ്രതികളെയും ഒന്നിച്ചെടുത്ത് ചോദ്യം ചെയ്യാൻ വേണ്ടി പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. മറ്റു 3 പേരും ഇപ്പോൾ റിമാൻഡിലാണ്. അവരെ കൂടി കസ്റ്റഡിയിൽ വാങ്ങാനാണ് ഇപ്പോൾ പോലീസിന്റെ തീരുമാനം. ഇന്നലെയാണ് നൌഷാദിനെ അറസ്റ്റ് ചെയ്യുകയും ഇന്നലെ പോലീസ് കസ്റ്റഡിയിൽ കോടതിയിൽ നിന്ന് വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഈ നൌഷാദിന്റെ കാര്യം പറയുകയാണെങ്കിൽ നൌഷാദ് കൃത്യമായി പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഈ മാസം 2-ാം തീയതിയാണ് നൌഷാദ് സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോയിൽ വരികയും താൻ ഹേമചന്ദ്രനെ കൊന്നിട്ടില്ല, ഈ കേസിന്റെ നാളുവഴികൾ വിശദീകരിക്കുന്ന ഒരു വീഡിയോയുമായി വന്നത്. അന്നത്തെ വീഡിയോയിൽ നൌഷാദിന് മുടിയുണ്ടായിരുന്നു, മീശയുണ്ടായിരുന്നു, താടിയുണ്ടായിരുന്നു. ഇന്നലെ പക്ഷേ ബംഗളൂരുവിൽ വന്ന് വിമാനമിറങ്ങുന്ന നൌഷാദ് വേഷം മാറിയാണ് ബംഗളൂരുവിൽ വരുന്നത്. അന്ന് ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു താൻ നാട്ടിലേക്ക് വരുന്നുണ്ട്, പോലീസിനെ അറിയിച്ചാണ് വരിക, താൻ കീഴടങ്ങുമെന്ന് പറഞ്ഞാണ് അന്ന് നൌഷാദ് വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ നൌഷാദ് വരുന്നത് ബംഗളൂരു വിമാനത്താവളത്തിലേക്കാണ്, വരുമെന്ന് അറിയിച്ചത് കൊച്ചിയിലേക്കാണ്. അപ്പോൾ കൃത്യമായി തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കങ്ങൾ നൌഷാദിന്റെ ഭാഗത്ത് നിന്ന് ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ മൊഴികളൊന്നും തന്നെ പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. കൃത്യമായി തന്നെ ഇത് കൊലപാതകമാണ് എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പോലീസ് ഇപ്പോഴും. ഈ നൌഷാദിനും ഒപ്പം തന്നെ മറ്റു സുഹൃത്തുക്കൾക്കുമൊക്കെ വലിയ തുക ഹേമചന്ദ്രൻ കൊടുക്കാറുണ്ടായിരുന്നുവെന്നും ഇതിൻ്റെ ഭാഗമായാണ് മെഡിക്കൽ കോളേജ് ഭാഗത്ത് നിന്ന് ഈ ഹേമചന്ദ്രനെ കാറിൽ കയറ്റി കൊണ്ടുപോയത്. സുൽത്താൻ ബത്തേരിയിലെ വീട്ടിൽ വെച്ച് മർദ്ദിച്ചിട്ടുണ്ട്, എന്നാൽ പരിക്കേൽക്കും വിധം മർദ്ദിച്ചിട്ടില്ല എന്നാണ് നൌഷാദ് എപ്പോഴും ആവർത്തിക്കുന്നത്. അന്ന് ആ വീട്ടിൽ ഹേമചന്ദ്രൻ ഒറ്റയ്ക്കാണ് താമസിച്ചത്. പിറ്റേ ദിവസം വന്നപ്പോൾ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നുവെന്നാണ് നൌഷാദിൻ്റെ ഇപ്പോഴത്തെയും മൊഴി. ഇന്നലെ പോലീസിനും നൽകിയ മൊഴി അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ മരിച്ച നിലയിൽ കണ്ടെത്തിയപ്പോൾ സുഹൃത്തുക്കളുടെ കൂടി നിർദ്ദേശപ്രകാരം തമിഴ്നാട് ചേരമ്പാടിയിൽ കൊണ്ടുപോയി അവിടെ സംസ്കരിക്കുകയായിരുന്നു, കുഴിച്ചിടുകയായിരുന്നു എന്നാണ് മൊഴി. അപ്പോൾ പോലീസിന് ഈ കേസ് നിൽക്കണമെങ്കിൽ കൃത്യമായി തന്നെ കൊലപാതകത്തിൻ്റെ തെളിവുകൾ കൂടി ശേഖരിക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായാണ് 4 പ്രതികളെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ദിവ്യ.